ഹലോ മച്ചാമാരെ, ഫിഷർമാൻ്റെ കുഞ്ഞുവീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3 മണി 4 മണിക്ക് നമുക്ക് കപ്പലിലോട്ടുണ്ടായിട്ട് നല്ല കാറ്റും കൂടും മഴയത്തായിരുന്നിട്ട് നമ്മൾ ബോട്ടും കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഓട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ റോപ്പൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിഴക്കം വെള്ളം വരുമ്പോൾ നിറച്ച് പാവലൊക്കെ വരോട്ടെ. അപ്പോൾ സൈഡിലായിട്ട് എന്തോ ഓടി കിടപ്പുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് മഞ്ഞച്ചേരന് ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് സാധനം പോലെ പയ്യെ പോകണുള്ളൂ. ഈ മഞ്ഞച്ചേര ജെറ്റടിച്ച് പോലെ പോകണം. അപ്പോൾ വേറെന്തോ സാധനം ഒന്നും വിചാരിച്ചാൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കണ്ടപ്പോൾ സാധനത്തിന് ഞെട്ടിപ്പോട്ടാ. ഈ കാണുന്നൊരു മലമ്പാമ്പാട്ട. ഞാൻ ആദ്യമായിട്ടാണ് ടൈം മുതൽ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പം നമ്മ ഇതുപോലെ തന്നെ ടോർച്ച് അടിച്ച് കുറച്ച് നിന്നപ്പോഴും ആ സാധനം പയ്യെ കഴിഞ്ഞ് പോകണുള്ളൂ. അപ്പം ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മലമ്പാമ്പാണ്. ഏകദേശം ഇതുപോലെ ഒരു 3-4 അടി വലുപ്പമൊക്കെ ഉള്ളൂ. ഇതൊന്നുമല്ല വലുപ്പം. നമ്മുടെ ഏകദേശം ഒരു 3-4 മാസത്തിന് മുമ്പ് എല്ലാവരും യൂട്യൂബിലും വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എറണാകുളത്തപ്പൻ്റെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്. അതിൻ്റെ തൊട്ടി സൈഡിൽ തന്നെ ഒരു ഗാന്ധി പാർക്കിൻ്റെ അവിടെ ഒരു ചായക്കട ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു തണൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 10-15 അടി വലുപ്പവും അതുപോലെ തന്നെ ഒരു അന്യായ വന്നുള്ള ഒരു മലമ്പാമ്പിനെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി ഇങ്ങനെ പിടിക്കാതിരിക്കാതെ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും, പക്ഷെ നമ്മൾ സാധാരണക്കാർ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാലുമേൽ ഒരു മുള്ളു പോലെ ഉണ്ട്. അതിനൊക്കെ ഒരു കുത്തിയിട്ട് കഴിഞ്ഞാൽ വേറെ പഴുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും രോഗമൊക്കെ വരും കേട്ടോ. അപ്പോൾ പരമാവധി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പാട് നോക്കി അത് പൊക്കോളും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.